പല കാര്യങ്ങൾക്ക് വേണ്ടി ചൊല്ലാവുന്ന ഭഗവാന്റെ 16 നാമങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതനുസരിച്ച് തിരഞ്ഞെടുത്ത് ചൊല്ലാം. അങ്ങനെയല്ലെങ്കിൽ ഈ 16 നാമങ്ങൾ ഹൃദ്യസ്ഥമാക്കിയതിന് ശേഷം നിങ്ങൾക്കിത് എല്ലാ ദിവസവും ജപിക്കാവുന്നതുമാണ്. ഞാനൊന്ന് ചൊല്ലിക്കേൾപ്പിക്കാം. ഔഷധേ ചിന്തയേ ദിഷ്ണും ഭോജനേ ച ജനാർദ്ദനം ശയനേ പത്മനാഭം ച വിവാഹേ ച പ്രജാപതിം യുദ്ധേ ചക്രധരം ദേവം പ്രവാസേ ച ത്രിവിക്രമം നാരായണം തനുത്യാഗേ ശ്രീധരം പ്രിയസംഗമേ. ദുസ്വപ്നേ സ്മര ഗോവിന്ദം സങ്കടേ മധുസൂദനം കാനനേ നാരസിംഹം ച പാവകേ ജലശായിനം ജലമധ്യേ വരാഹം ച പർവ്വതേ രഘുനന്ദനം ഗമനേ വാമനം ചൈവ സർവകാലേഷു മാധവം. 1 മുതൽ 16 വരെ ഓരോന്നായിട്ട് ഞാൻ പറയാം. മെഡിസിൻ എടുക്കുമ്പോൾ ദിഷ്ണു ദേവ എന്നുള്ളതും, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കഴിച്ച ശേഷവും ജനാർദ്ദന എന്നുള്ള മന്ത്രവും, ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പത്മനാഭ എന്നുള്ള മന്ത്രവും, വിവാഹം കഴിക്കുന്ന സമയത്ത് വിവാഹം നോക്കുന്നതൊക്കെ സമയത്ത് പ്രജാപതി എന്നുള്ള മന്ത്രവും, നമ്മൾക്ക് ഒരു വഴക്കോ പ്രശ്നങ്ങളോ നമുക്ക് മുൻപിൽ ഉണ്ടാകുകയാണെങ്കിൽ ചക്രധരം ദേവം എന്നുള്ള മന്ത്രവും, പ്രവാസേച ത്രിവിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ദേശത്ത് നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും ദൂരെ യാത്ര പോകുമ്പോൾ ത്രിവിക്രമം എന്നുള്ള നാമവും, മരണസമയത്ത് നാരായണം എന്നുള്ള നാമവും, നമ്മുടെ പ്രിയപ്പെട്ടവരുമായി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവാനായി ശ്രീധരം എന്നുള്ള നാമവും, ദുസ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് ഗോവിന്ദം എന്നുള്ള നാമവും, നമ്മൾ എന്തെങ്കിലും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള അപകട സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ മധുസൂദനം എന്നുള്ള നാമവും, നമ്മൾ ഒറ്റപ്പെട്ടു നമ്മളൊരു യാത്ര പോകുമ്പോൾ നമുക്ക് മുമ്പിൽ ആരുമില്ല, ചുറ്റും ഒന്നുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സമയത്താണെങ്കിൽ നാരസിംഹം എന്നുള്ള മന്ത്രവും, വളരെയധികം ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ നമുക്ക് ചുറ്റും തീയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ജലശായിനം എന്നുള്ള മന്ത്രവും, ജലത്തിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് വരാഹം എന്നുള്ള മന്ത്രവും, നമ്മളൊരു ടഫായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് ലൈഫിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതേപോലെ ഈ മലകയറ്റം പോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ രഘുനന്ദനം എന്നുള്ള മന്ത്രവും, എല്ലാത്തിൻ്റെയും അവസാനം സർവകാലേഷു മാധവം, അതായത് മാധവായ എന്നുള്ള മന്ത്രവും നമുക്ക് തുടർച്ചയായി ജപിക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സിറ്റുവേഷൻസ് അനുസരിച്ചുള്ള മന്ത്രമെടുത്ത് ഓം നമ എന്നുള്ളതോ അല്ലെങ്കിൽ ആ മന്ത്രം പർട്ടിക്കുലർ അത് മാത്രമായിട്ടോ ജപിക്കാവുന്നതാണ്. ഭഗവാന്റെ ഈ 16 നാമങ്ങൾ നമ്മൾ കാണാതെ പഠിച്ച് എപ്പോഴും ഉരുവിടുന്നതും ഭഗവാന്റെ കരുണാകടാക്ഷത്തിന് പാത്രമാവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും.